എൻ്റെ പപ്പായ്ക്ക് വയ്യെന്ന് 100 വട്ടം ഞാൻ പറഞ്ഞതല്ലേ സാറേ, അവിടെ ഇട്ട് ഇടിച്ചെന്ന് പപ്പ പറഞ്ഞായിരുന്നു. ഇപ്പോൾ എൻ്റെ പപ്പ പോയി. കേട്ടാൽ ആരുടെയും ഉള്ളുലയ്ക്കുന്ന കരച്ചിലാണ്. ഇതൊരു പെൺകുട്ടിയുടെ. കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച പെരുമ്പുഴ സ്വദേശി സിയാദ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ പോലീസിനെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുന്ന ഞെട്ടിക്കുന്ന ശബ്ദരേഖയാണിത്. കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനത്തിനിരയായി മരണപ്പെട്ട സിയാദിന്റെ മകൾ ആരോപണ വിധേയനായ പോലീസുകാരനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോയാണ് പുറത്തുവന്നിരിക്കുന്നത്. സിയാദിന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള കാര്യം മുൻകൂട്ടി അറിയിച്ചിട്ടും പോലീസ് മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് മകൾ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അച്ഛന്റെ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ് പഴുപ്പുണ്ടായെന്നും ആരാണ് മർദ്ദിച്ചതെന്ന് ആശുപത്രി ഡോക്ടർമാർ ചോദിച്ചിരുന്നതായും മകൾ പറയുന്നു. എന്നാൽ ഫോൺ സംഭാഷണത്തിൽ ആരോപണങ്ങളെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയുന്ന നിലപാടാണ് പോലീസുകാരൻ സ്വീകരിച്ചത്. പപ്പയെ മർദ്ദിച്ചത് സാറല്ലേ എന്ന് കുട്ടി ചോദിക്കുമ്പോൾ അതൊക്കെ നിഷേധിക്കുന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നത്. ജൂൺ 16 രാത്രിയാണ് അയൽവാസിയായ 13-കാരനെ കാണാനില്ലെന്ന പരാതിയുടെ പേരിൽ കുണ്ടറ പോലീസ് സിയാദിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. അസുഖബാധിതനായ സിയാദ് മരുന്ന് കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴായിരുന്നു പോലീസിന്റെ ഈ നടപടി. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലും കസ്റ്റഡിയിലും വെച്ച് SI അതുൽ, കോൺസ്റ്റബിൾ ശ്രീജിത്ത് എന്നിവർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് കുടുംബം പരാതിപ്പെടുന്നത്. അടുത്ത ദിവസം രാവിലെ കാണാതായ കുട്ടി തിരിച്ചെത്തിയതോടെയാണ് സിയാദിനെ പോലീസ് വിട്ടയച്ചത്. എന്നാൽ മർദ്ദനമേറ്റ് അവശനായ സിയാദിനെ വാരിയെല്ലുകൾ തകർന്ന് ഇൻഫെക്ഷനായ നിലയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജീപ്പിൽ കയറ്റിയത് മുതൽ സിയാദിന് ക്രൂരമായ മർദ്ദനമാണ് നേരിടേണ്ടി വന്നതെന്ന് ഭാര്യയും സാക്ഷ്യപ്പെടുത്തുന്നു. സിയാദിന്റെ കസ്റ്റഡി മരണത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ കുറ്റവാളികളെയും ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യവും ഇതോടെ ശക്തമാവുകയാണ്. കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴി പെരുമ്പുഴ എന്ന വിജനമായ സ്ഥലത്ത് വെച്ച് പോലീസ് ജീപ്പ് നിർത്തി കുട്ടി എവിടെയെന്ന് ചോദിച്ച് സിയാദിനെ അസഭ്യം പറയുകയും മൃഗീയമായി മർദ്ദിക്കുകയും ചെയ്തെന്നാണ് കുടുംബത്തിന്റെ പരാതി. മർദ്ദനത്തിൽ സിയാദിന്റെ വാരിയലിന് സാരമായ ക്ഷതമേറ്റിരുന്നു. കുണ്ടറ സ്റ്റേഷനിലെ SI അതുൽ, കോൺസ്റ്റബിൾ ശ്രീജിത്ത് എന്നിവർക്കെതിരെയാണ് കുടുംബം പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് സിയാദ് കടുത്ത മഞ്ഞപ്പിത്ത ബാധിതനായിരുന്നു. രോഗവിവരം പറഞ്ഞിട്ടും പോലീസ് വകവച്ചില്ല. സിയാദിനെ വിട്ടുകിട്ടുന്നതിനായി ഭാര്യയും പ്രായപൂർത്തിയാകാത്ത മകളും ജൂൺ 17 പുലർച്ചെ മുഴുവൻ കുണ്ടറ പോലീസ് സ്റ്റേഷന് മുന്നിൽ കാത്തുനിന്നു. ഒടുവിൽ അതീവ അവശനായ നിലയിലാണ് സിയാദിനെ പോലീസ് ബന്ധുക്കൾക്ക് കൈമാറിയത്. വീട്ടിലെത്തിയ സിയാദിന്റെ ആരോഗ്യനില വ്രണപ്പെടുകയും ശരീരമാസകലം വേദന അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ആരോഗ്യനില കൂടുതൽ വഷളായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് സിയാദ് മരണപ്പെട്ടത്. പോലീസിന്റെ ക്രൂരമായ കസ്റ്റഡി മർദ്ദനവും വാരിയലിനേറ്റ ക്ഷതവുമാണ് സിയാദിന്റെ മരണത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം ഉന്നത പോലീസ് അധികാരികൾക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ്.